നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു കുതിപ്പ് സ്വർണ്ണ ആഭരണ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1000-ന് മുകളിലേക്ക് ഒരു വില ഒരു ദിവസം തന്നെ ഒരു ഗ്രാമിന് കൂടുന്നത്. സാധാരണഗതിയിൽ ഇപ്പോ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ദിവസം 2-3 തവണ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗ്രാമിന് 500 രൂപയുടെ അടുത്തൊരു വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ഈ ഒരു വർധനവ് അപ്രതീക്ഷിതമാണ്. ഒരുപാട് ആളുകൾ വിൽപ്പനയ്ക്കായിട്ട് സമീപിക്കുന്നുണ്ട്, ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. വാങ്ങാനുള്ള ആളുകൾ പൊതുവെ കുറവാണ്. അതെ, ഇതിപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഈ സ്വർണ്ണ വ്യാപാരികൾക്കും തിരിച്ചടിയല്ലേ? അതെ, സ്വർണ്ണവില ഇതുപോലെ വലിയൊരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ സ്വർണ്ണ വ്യാപാരം മാന്യത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ വിൽപ്പനയ്ക്കായി ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ട്. കാരണം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോ ആളുകൾക്ക് ഇപ്പോ വീട് പണി ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇപ്പോ നിലവിൽ എന്തൊരു സ്ഥലം വാങ്ങുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണം വിൽപ്പന നടത്തിയാൽ വളരെ വലിയ ഒരു നേട്ടമാണ് ലഭിക്കുക. ഏകദേശം ഇന്നത്തെ സ്വർണ്ണ വില എന്ന് പറയുന്നത് ഒരു പവന് 1,31,160 രൂപയാണ് സ്വർണ്ണവില മാത്രം ഒരു പവനുള്ളത്. അപ്പോൾ വിൽക്കുമ്പോഴും ഏകദേശം അതിനോട് അടുത്തൊരു തുക തന്നെ ഇപ്പോ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ കയ്യിലുള്ള സ്വർണം വിറ്റ് പണമാക്കി ഇതുപോലെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമയത്തും വലിയ ചൂഷണങ്ങൾ ഈ സ്വർണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുള്ള വസ്തുത ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം സ്വർണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലാനുള്ളതാണ് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്. കാരണം വില വലുതായിട്ട് നിൽക്കുന്നു, കുറെ ആളുകൾ ഇതിന് ചൂഷണത്തിന് ഇരയാവുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ വില ഈ വർധനകൾ സമയത്ത് വ്യാജ സ്വർണം വിൽക്കുന്ന സംഘങ്ങളും സജീവമായിട്ട് രംഗത്തുണ്ട്. കോട്ടയത്തടക്കം ഇന്ന് കോട്ടയത്തുള്ള ഒരു ജ്വല്ലറിയിൽ ഒരു ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വള വിൽക്കുന്നതിനായിട്ട് ചെല്ലുകയും അവരത് സംശയം തോന്നി കട്ട് ചെയ്തപ്പോഴത്തേക്ക് അതിന് ഉള്ളിൽ സ്വർണ്ണമല്ലായിരുന്നു, വേറെ മെറ്റലായിരുന്നു. അപ്പൊ അത് വേറെ ആരും കൊടുത്തു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവിടുന്ന് അവര് ഒഴിവായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവരോട് ആ വ്യാപാരി പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ എടുക്കും, നിങ്ങൾ ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ചെയ്താൽ നിങ്ങളെ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള തരത്തിലേക്ക് പറയുന്നുണ്ടായി. ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ സാമ്പത്തികമായി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഈ സ്വർണ്ണ മേഖലയിലെ എങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതെ, ഇപ്പോൾ ഈ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ 18 ക്യാരറ്റ് അടക്കമുള്ള ആഭരണങ്ങളുടെ വിപണി അത് എത്രത്തോളമാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നവർ 22 ക്യാരറ്റിന് വേണ്ടിയിട്ടാണോ എത്തുന്നത്, അതോ 18 ക്യാരറ്റ് ആണോ കൂടുതലായി നോക്കുന്നത്? 18 ക്യാരറ്റ് ആളുകൾ എൻക്വയറി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും 18 ക്യാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണമാണ് ചോദിക്കുന്നത്. പിന്നെ അതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ 18 ക്യാരറ്റ് ഇതുപോലെ തന്നെ പണിക്കൂലി അടക്കം വലിയൊരു തുക തന്നെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. തിരിച്ച് വിൽക്കുമ്പോൾ 18 ക്യാരറ്റിന് അതിനനുസരിച്ചുള്ള ഒരുപാട് വില കുറഞ്ഞാണ്. ഈ പണിക്കൂലിയുടെ വലിയ കൂടുതലായിട്ടുള്ള പൈസ നഷ്ടമായിട്ട് പരിണമിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് ആളുകൾ സ്വർണം വാങ്ങുമ്പോൾ കൃത്യമായി പഠിച്ചു വാങ്ങുക. ചെറിയ പൈസയ്ക്ക് ആണെങ്കിൽ 18 ക്യാരറ്റിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കൂടുതലായിട്ട് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നെഗോസിസ് തന്നെ ആവണം എപ്പോഴും വാങ്ങി വയ്ക്കുക. തിരിച്ചു കൊടുക്കുമ്പോഴും ന്യായമായിട്ടുള്ള വില ലഭിക്കണമെങ്കിൽ നെഗോസിസ് തന്നെ ആണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം 18 ക്യാരറ്റ് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ചില ജ്വല്ലറികളുടെ ഓൺലൈനിലൂടെ ഇത് പരസ്യങ്ങളൊക്കെ നൽകി ചെയ്യുകയുണ്ട്. അതുപോലെ ആളുകൾ കൂടുതൽ അന്വേഷിക്കുന്നു. പക്ഷെ ഇതിനും ഉള്ള പ്രശ്നങ്ങൾ ഇതിന് പുറകിലുണ്ട്. പിന്നീട് വിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇനി ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? തിരിച്ചൊരിറക്കം അതിനെ പ്രതീക്ഷിക്കാമോ? തിരിച്ചൊരിറക്കം സംബന്ധിച്ച് ആർക്കും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. ഇന്നലെ വൈകുന്നേരം തന്നെ ചെറിയൊരു കുറവിന്റെ ഒരു ചെറിയ സൂചന, അതായത് വലിയ കുറവല്ല, ചെറിയ തോതിലൊരു ഫ്ലൈറ്റ് ഡൗൺവേർഡ്സ് കാണിച്ചെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ മാറ്റമാണ് ഇന്ന് രാവിലെ ഇത്ര വലിയ ഒരു വില വർധനവിലേക്ക് പരിണമിച്ചത്. ഈ ഒരു ഇതുപോലെ വില വർദ്ധിക്കുമ്പോൾ ആളുകൾക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച്
ആളുകൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആണ്. ഇത് ധരിക്കണോ? അത് ചില ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ല, പക്ഷേ വില ഇത്രയും കൂടി നിൽക്കുമല്ലേ, ഇത് വിറ്റ് പണമാക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു അർത്ഥവുമില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു വ്യാപാരി എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിൽ, പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഒരു അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ സ്വർണം വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് സ്വർണം ഇപ്പോൾ വിറ്റിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിൽക്കുക. അത് വിറ്റിട്ട് ബാങ്കിലിടുന്നതിനോ അതല്ലെങ്കിൽ വിറ്റിട്ട് അവരത് പണമായി സൂക്ഷിക്കുന്നതിനോ ഒന്നും വേണ്ടി സ്വർണം വിൽക്കരുത്. ഈ വില കണ്ടിട്ട് അവർക്ക് അത്യാവശ്യമുണ്ട്. ഇത് വിറ്റിട്ട് സ്ഥലം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ പഠനം അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കാണെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ അത് ഒരു നിക്ഷേപമായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള വിൽക്കാനുള്ള ഈ വില കൂടുന്നകത്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള കാര്യം. എന്താണെങ്കിലും പിന്നെ ഉടനെ അടിയൊന്നും വില വലിയൊരു കുറവിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഈ നിലവിൽ ഈ സ്വർണം വിൽക്കാനായി ശ്രമിക്കുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുറച്ചുകൂടെ കാത്തിരുന്നാൽ കൂടുതൽ വില കിട്ടുമെന്ന് തന്നെയാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ കാത്തിരുന്നാൽ വില കൂടുതൽ കിട്ടാനാണ് സാധ്യത. പിന്നെ നമ്മൾ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഈ ഒരു വർധനമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രഡിക്ഷനേ ഉള്ളൂ. നമ്മൾ എത്ര സാമ്പത്തികമായി നമ്മൾ എത്ര അവലോകനങ്ങൾ നടത്തി നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു വില വർധനവിനെ സംബന്ധിച്ചോ വില ഇടിവിനെ സംബന്ധിച്ചോ നമുക്ക് ആർക്കും പറയാനോ പ്രവചിക്കാനോ സാധിക്കുന്ന സ്ഥിതിയല്ല. ആ ഒരു കാര്യം ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്ത് അവർക്ക് ഇത് വിറ്റിട്ട് ഉടനടി ഒരാഴ്ചക്കുള്ളിലൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിൽക്കുക. അല്ല, അവർക്ക് ലോങ് ടൈമിലുള്ള വേറെ ആവശ്യങ്ങൾക്കാണ് അവർ സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.